പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നു. ഈ വചന ചിന്തയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 2 സാധ്യതകളുള്ള നമ്മുടെ ജീവിതം ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇന്ന് തിരുവചനം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. തുടർന്ന് പറയുന്നത് ഇടുങ്ങിയ വാതിലിനെ കുറിച്ചാണ്, ഇടുങ്ങിയതും വിശാലവുമായ വാതിൽ. പിന്നീട് വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു, കുഞ്ഞാടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാർ. വീണ്ടും 2 സാധ്യതകളുള്ള ഒരു ജീവിതത്തിന്റെ കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നല്ല വൃക്ഷവും ചീത്ത വൃക്ഷവും. നല്ല വൃക്ഷം നല്ല ഫലം തരുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലം തരുന്നു. 2 സാധ്യതകൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ദൈവം ആദി മുതൽ വയ്ക്കുന്നുണ്ട്. ആദി മാതാപിതാക്കളുടെ ജീവിതത്തിൽ പറുദീസായിൽ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷവും നടുവിൽ സ്ഥാപിച്ച് അത് ചെയ്യാനും പറിക്കാനും അതിൽ നിന്ന് പറിക്കാതിരിക്കാനുമുള്ള സാധ്യത ദൈവം അവർക്ക് കൊടുത്തു. നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു ദൈവമാണ്. 2നെക്കുറിച്ചും, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ജീവനെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും നമ്മളെ ബോധിപ്പിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമുക്ക് തിരുവചനത്തിലുടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പലതും പഠിപ്പിച്ചിട്ട് ഈശോ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിർബന്ധിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. പക്ഷേ ചെവിയുള്ളവർ കേൾക്കട്ടെ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇവിടെയും ഇടുങ്ങിയ വാതിൽ, വിശാലമായ വഴി, നല്ല ഇടയന്മാർ അല്ലെങ്കിൽ വ്യാജ ഇടയന്മാർ, നല്ല വൃക്ഷം ചീത്ത വൃക്ഷം, ഇങ്ങനെ പല സാധ്യതകൾ, ഓരോന്നിലുമുള്ള 2 സാധ്യതകൾ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സൗകര്യത്തിന്റെയും സുഖത്തിന്റെയും കണ്ണിന്റെ ആകർഷണീയതയുടെയും പിന്നിൽ വിനാശത്തിന്റെ ചതികൾ പതിയിരിപ്പുണ്ടെന്ന് ഈശോ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ കാലത്തിലേക്ക് ഈ തിരുവചനത്തെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, രുചി കൂടിയ പുതിയതരം ഭക്ഷണ വിഭവങ്ങളും ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഒക്കെ മനസ്സിനും നാവിനും പ്രിയങ്കരമാണെങ്കിലും ആരോഗ്യപരമായി ഇത് അപകടകരമാണെന്ന് നമുക്കറിയാം. വിശാലമായ ഒരു വഴിയുടെ സൂചനയാണത്. വിശാലമായ വഴിയെ പോകാൻ സുഖമാണ്, സന്തോഷമാണ്, രസമാണ്. പക്ഷെ അത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ കാലത്ത് നമ്മൾ ഈ തിരുവചനത്തെ ഒരു പ്രായോഗിക തലത്തിൽ വായിച്ചെടുക്കുമ്പോൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ഏദേൻ തോട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനേക്കാൾ അഭികാമ്യവുമാണെന്ന് ഹൗവ അതിനെ തെറ്റായി ആ പഴത്തെ മനസ്സിലാക്കിയതുപോലെയാണ്. പലപ്പോഴും കാണുമ്പോൾ കണ്ണിന് ആകർഷകമായി തോന്നുന്നത് ആരോഗ്യപരമായി, മാനസികമായി, ആത്മീയമായി, ശാരീരികമായി ദോഷകരമായി മാറാം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരുടെയും പുതിയ തലമുറയിലെ ന്യൂജൻ സ്നേഹിതരുടെയും വാക്കുകളുടെ സന്തോഷത്തെയും പ്രലോഭനത്തെയും കാൾ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അധികാരികളുടെയും കാർക്കശ്യ സ്വഭാവങ്ങളാണ് ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലെന്നും ഇന്നത്തെ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് നൽകിയ ഈ തിരുവചനം ഞങ്ങളുടെ ഈ കാലത്തിന് ചേർന്ന രീതിയിൽ ഞങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശങ്ങളും തിരുത്തലുകളും ശാസനകളും ഒക്കെ ഒരുപക്ഷെ ഇടുങ്ങിയ വാതിലുകളാണെന്നും അത് ജീവനിലേക്ക് നയിക്കുന്നതാണെന്നും മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കണ്ണിന് കൗതുകകരവും മനസ്സിന് നല്ലതുമായി തോന്നുന്ന പലതും, ഒരുപക്ഷെ ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളെ പല ആകർഷണങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇപ്പോൾ ആനന്ദകരമായി സന്തോഷകരമായി തോന്നിയാലും രുചികരമായി തോന്നിയാലും അത് തിന്മയിലേക്ക്, നാശത്തിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യവും ആ ഒരു വലിയ തിരിച്ചറിവും കിട്ടാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ സമൃദ്ധമായി അങ്ങ് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.